ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചൈനീസ് ഡ്രാമയാണ്. ഡ്രാമയുടെ സ്റ്റാർട്ടിങ് കാണിക്കുന്നത് നമ്മുടെ ഈ ഡ്രാമയുടെ ഹീറോയിനാണ്. ഹീറോ ആണെങ്കിൽ ഒരു പ്ലേസിലേക്ക് വരാണ്. അപ്പോൾ ഇതേ ടൈം നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നുണ്ട്. അവളാണെങ്കിൽ കുറച്ച് റൗഡീസൊക്കെ കിഡ്നാപ്പ് ചെയ്തേക്കാണ്. നമ്മുടെ ഹീറോയിനെ ആകെ പേടിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ടൈമിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഹീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ്റെ ബോഡി ഗാർഡാണ്. ഇവനാണെങ്കിൽ അവിടുത്തെ റൗഡീസിനൊക്കെ അടിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ റൗഡീസുകളാണെങ്കിൽ ഉണ്ടല്ലോ ഇവനെ കണ്ട് ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് നമ്മുടെ ഹീറോ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവള് പറയാണ്, നീ എന്ത് ഇത്ര ലേറ്റ് ആയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ സോറി പറയുന്നുണ്ട്, ഇനി ഇതുപോലെ റിപ്പീറ്റ് ചെയ്യലാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനും കൊണ്ട് അവൻ പോകാൻ നിൽക്കുകയാണ്. ആ സമയത്ത് വീണ്ടും റൗഡീസ് വരുന്നുണ്ട്. അങ്ങനെ റൗഡികളെ വീണ്ടും അടിച്ചിടുന്നുണ്ട്. പിന്നെ അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ്റെ അമ്മേനെയാണ് കാണിക്കുന്നത്. സ്റ്റെപ്പ് മദറാണ് കേട്ടോ. അവളാണെങ്കിൽ നമ്മുടെ ഹീറോനെ അടിക്കുന്നുണ്ട്. കാരണം കറക്റ്റ് സമയത്ത് മോളെ പ്രൊട്ടക്ട് ചെയ്തില്ലല്ലോ. ഈ സമയത്ത് അവൻ്റെ അസിസ്റ്റൻറ്റ് നല്ല ദേഷ്യം വരുന്നുണ്ട്. അസിസ്റ്റൻ്റ് ആണെങ്കിൽ തിരിച്ചെന്തോ പറയാൻ പോകുന്ന ടൈമിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ലൈറ്റായിട്ട് അവനെ നോക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്, എന്താ സാറ് ഒന്നും മിണ്ടാണ്ടിരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോയും വന്നു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ കുറച്ച് ക്യാൻറ്റി കൊടുക്കുകയാണ് കേട്ടോ. അതായത് ഇവന് കുറച്ച് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനാണ് ക്യാൻറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, നമ്മുടെ ഹീറോയിൻ്റെ എൻഗേജ്മെൻറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ നീ എന്തായാലും എൻ്റെ കൂടെ വരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഫേസ് കുറച്ച് ഡള്ളാവുന്നുണ്ട്. കാരണം നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ നമ്മുടെ ഹീറോയിന് ഇഷ്ടമാണ്. ഇവനാണെങ്കിൽ വൺ സൈഡായിട്ട് ലവ് വേണ്ടി. ഈ സമയത്ത് അസിസ്റ്റൻറ്റ് വന്നിട്ട് പറയുകയാണ്, ഇനി മാഡത്തോട് കാര്യങ്ങൾ പറയാണ്ടിരിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഹീറോയിനെ എങ്ങനെയാണ് മീറ്റ് ചെയ്താണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോ എന്ന് പറയുന്നത് ഒരു റിച്ചസ്റ്റ് മാനാണ്. അപ്പോൾ ഇതേ സമയത്ത് റൗഡീസുകൾ നമ്മുടെ ഹീറോയിനെ അടിക്കുന്ന ടൈമിൽ ഹീറോയിൻ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഹീറോയ്ക്ക് ചെറുതായിട്ട് ഇഞ്ചുറി ഒക്കെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യാണ്. പിന്നീട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളെ മുടിയിൽ റിബൺ എടുത്തിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഇഞ്ചുറിയിൽ കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ മേൽ ചെറുതായിട്ട് ക്രഷ് അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവളാണെങ്കിൽ കുറച്ച് ക്യാൻഡി കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹീറോ ആലോചിക്കുന്നത്. പിന്നീട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ബോഡി ഗാർഡ് സെലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ വരുന്നുണ്ട്. അങ്ങനെ അവളാണെങ്കിൽ അവനെ ചൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഹീറോയ്ക്ക് ഹീറോയിൻ്റെ മേലെ ക്രഷ് അടിച്ചത്. പിന്നീട് അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ്റെ സ്റ്റെപ്പ് സിസ്റ്ററാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ അടിക്കാൻ വരുന്ന ടൈമിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൾക്കിട്ട് നല്ലത് കൊടുക്കുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട്, ഇവളെ എപ്പോഴും ഇങ്ങനെ തന്നെയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവളുടെ സിബാണെങ്കിൽ ഉണ്ടല്ലോ, ആ സിബാണെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റർ വിളിച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഹീറോയിനെ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ചെറുതായിട്ട് അവന് ഫീലൊക്കെ ആവുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഹീറോയിൻ്റെയും അതുപോലെ തന്നെ അവളുടെ ഫിയാൻസിയും, അതായത് ഇവിടെ മാരേജ് ചെയ്യാൻ പോണ ചെക്കൻ്റെ എൻഗേജ്മെൻറ്റ് നടക്കുകയാണ്. ഈ സമയത്ത് ഹീറോ ആണെങ്കിൽ അവിടേക്ക് നോക്കണില്ല കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ മാരേജിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അവളുടെ ഫേസും കുറച്ച് ഡള്ളാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറഞ്ഞിട്ട് നീ വന്ന് സൈൻ ഇടാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട്, ഞാനാണോ സൈൻ ഇടാൻ ചോദിക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് മദർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. സ്റ്റെപ്പ് മദർ പറയുന്നുണ്ട്, നീ ഇവിടെ വെറുതെ സീൻ ക്രിയേറ്റ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ സൈൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ക്യാൻറ്റി നോക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ സൈൻ ഇട്ട പേപ്പർ എടുത്ത് കൊണ്ട് മുഖത്തേക്ക് വലിച്ചു വന്നിട്ട് അവളാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് ഇവള് കുറച്ച് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റർ പറയാണ്, ഓ നിനക്ക് മാരേജ് ആവാറായിട്ടും നീ ഈ ബോഡി ഗാർഡിനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് സിസ്റ്റർ ആണെങ്കിൽ വീണ്ടും കളിയാക്കേണ്ട അവളെ കൂട്ടുകാരി. ഈ സമയത്ത് ഇവളാണെങ്കിൽ ആ ഡ്രിങ്ക്സ് എടുത്തിട്ട് ഇവളെ ഫേസിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ ക്ലാഷ് ആവുന്നുണ്ട്. അപ്പോൾ ഇതേ ടൈമിൽ തന്നെ ഇവളെ ഫിയാൻസി ഉണ്ടല്ലോ, ആ ചെക്കനാണെങ്കിൽ ഇതൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ ഞാൻ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഫിയാൻസി വന്നിട്ട് പറയണേ, എനിക്ക് നിന്നോട് റിയൽ ആയിട്ടുള്ള സ്നേഹം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോയിനും എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ കറക്റ്റ് കാർ അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കൊണ്ടുപോകാൻ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ഫിയാൻസിനെ തടയുന്നുണ്ട് കേട്ടോ. ഈ ഫിയാൻസിക്കാണെങ്കിൽ നല്ല ദേഷ്യം ഉണ്ടാവും. പറയാണ്, നീ ആഫ്റ്റർ ഒരു ബോഡി ഗാർഡാണെന്ന് പറയുന്നുണ്ട്, അല്ലാതെ നീ അവളെ മാരേജ് ചെയ്യാൻ പോണ പൈനല്ല എന്നൊക്കെ പറഞ്ഞ് അവന് വാൺ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് കുറച്ച് ക്ലോസ് ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നിന്നെ കാണാൻ നല്ല ഹാൻസമാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളുടെ അടുത്ത് കുറച്ച് ക്ലോസ് ആയി വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോ കുറച്ച് കൺട്രോളുള്ള കൂടുതലായ കാരണം അവനാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഡ്രിങ്ക്സ് കഴിച്ചേക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സീൻ അവൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതിനുശേഷം അവൾ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ ടൈമിലാണെങ്കിൽ സ്റ്റെപ്പ് സിസ്റ്ററും സ്റ്റെപ്പ് മദറൊക്കെ കുറേ ഗിഫ്റ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഫിയാൻസിയുടെ വീട്ടിൽ നിന്ന്. അതൊക്കെ ഇവൾക്ക് എടുത്ത് കാണിച്ചിട്ട് പറയണം, നിൻ്റെ ഗിഫ്റ്റ്
ഒക്കെ നിൻ്റെ റൂമിലുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ഇവള് റൂമിൽ വന്നിട്ട് ഇവളെ ചില്ലൊക്കെ അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. ഇവൾക്ക് ആ ചെക്കനെ മാരേജ് ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ശബ്ദം കേട്ട് നമ്മുടെ ഹീറോ വരുമ്പോൾ ഇവളെ കാല് ചെറുതായിട്ട് ബ്ലീഡിങ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ലാന്ന് പറയുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ് നിനക്കനെ മാരേജ് ചെയ്തോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ കുറച്ചൊന്ന് സ്റ്റക്ക് ആവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് പെച്ചില്ലെങ്കിൽ നീ ഇവിടുന്ന് പൊക്കുമെന്ന് പറഞ്ഞ് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടുന്ന് പറഞ്ഞേക്കുന്നുണ്ട്. അപ്പോൾ അവൻ എന്തോ ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളെ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് റെഡിയൊക്കെ ആയി നിൽക്കണം കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിന് വലിയ ഹാപ്പിനെസ് ഒന്നുമില്ല. ഹീറോ അടുക്ക് വരുന്നുണ്ട്. ഈ ടൈമിൽ ഇവൾക്ക് എന്തെന്ന് തോന്നിയില്ല. നമ്മുടെ ഹീറോയിനെ കാണുന്ന ടൈമിൽ ഇവൾ കിസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ സിസ്റ്ററും അതുപോലെ സ്റ്റെപ്പ് മദറും വരുന്നുണ്ട്. ഇവർക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ മാരേജ് നടക്കാൻ പോകുന്ന സമയത്താണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ അവനൊന്നും പറയണില്ല. അപ്പോൾ അസിസ്റ്റന്റ് പറയുകയാണെങ്കിൽ ഇപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഹീറോ പറഞ്ഞ ടൈമായില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളുടെ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഫിയാൻസി വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ നമ്മുടെ ഹീറോ പറയുകയാണെങ്കിൽ ഇങ്ങനെ ലേറ്റ് ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ബൈക്ക് എടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് നല്ല ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഒരു ഫൈറ്റ് നടന്നിട്ടായിരിക്കാൻ വരുന്നുണ്ടായിരിക്കും. അവനാണെങ്കിൽ നടക്കാനും കൂടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഏന്തി വിളിച്ചിട്ടാണ് അവൻ വരണത്. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ എൻഗേജ്മെൻറ്റ് നടക്കാൻ പോകല്ലേ. അപ്പോൾ ആ ടൈമിൽ ഇവനാണെങ്കിൽ തിരിഞ്ഞു പോകേണ്ട. ഈ സമയത്ത് ഹീറോയിനാണെങ്കിൽ ഇവനെ പിറകുന്ന് വിളിക്കേണ്ടത്. എന്നിട്ട് ഇവളാണെങ്കിൽ ഓടി വരുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത്. ഞാൻ ചോദിക്കുകയാണ് നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവൻ പറയുന്നത് എനിക്കൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവളും പറയുകയാണ് വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോൻ്റെ ബൈക്കിൽ കയറിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇത് കണ്ട് അവർക്കൊക്കെ ഭയങ്കര ഷോക്കാവുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഇഞ്ചുറിയിലെ മരുന്നൊക്കെ വെച്ച് കൊടുത്തിട്ട് പറയുകയാണ് നീ ഓക്കെ അല്ലേ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നത് ഞാൻ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയും പറയുകയാണ് നീ വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നല്ലോ നീ വരുമെന്ന് പറഞ്ഞിട്ട് ഇവൾ സംസാരിക്കാൻ ചോദിക്കുകയാണ് ഇത് കുറച്ച് കോസ്റ്റ്ലായിട്ടുള്ള വീടുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഇതെൻ്റെ മുതലാളിയുടെ വീടാന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ഹീറോൻ്റെ വീടാണ്. നമ്മുടെ ഹീറോ റിച്ചസ്റ്റ് മാനാണെന്ന് ഹീറോയിന് അറിയില്ല. ആഫ്റ്ററുള്ള ഒരു ബോഡി ഗാർഡായിട്ടുള്ള ഇവ വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഇവളാണെങ്കിൽ ചെറുതായിട്ട് ഒരു കിസ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്ററും സ്റ്റെപ്പ് മദറാണ് കാണിക്കുന്നത്. ഫിയാൻസിയുടെ ഫാദറാണെങ്കിൽ നല്ല രീതിയിൽ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെയാണ് മോളെ ടീച്ച് ചെയ്യുന്നത് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര അപമാനമായി എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവർ സോറി പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിനും അമ്മയോട് ഒരുമിച്ചുള്ള ഫോട്ടോ നോക്കിയിട്ട് കരയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഹീറോ വന്നിട്ട് ഇവളോട് ചോദിക്കുമ്പോൾ ഇവൾ പറയാണ് അതായത് ഇവൾക്ക് കുറേ സ്വത്തുക്കളുണ്ട് അതൊക്കെ തിരിച്ചു പിടിക്കണം സ്റ്റെപ്പ് മദറിൻ്റെ കാലാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോൻ്റെ ഇഞ്ചുറി നോക്കിയിട്ട് പറഞ്ഞ് നീ ഓക്കെ ചോദിക്കുമ്പോൾ അവളും പറയുന്നത് അതെന്ന് പറഞ്ഞിട്ട് ഹീറോ പറയുന്നുണ്ട് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തോടെ ഇങ്ങനെ ചെയ്യുന്നു എൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവൾക്കാണെങ്കിൽ നല്ല രീതിയിൽ വാക്കൊക്കെ കൊടുത്ത് ഇവിടെ നല്ല രീതിയിൽ കംഫർട്ട് ആക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ അസിസ്റ്റൻ്റ് അടുത്ത് സംസാരിച്ചിട്ട് പറയുന്നത് നമ്മുടെ ഹീറോയിന് വർക്ക് ബേസ്ഡ് ആയിട്ട് ഒരു പ്ലേസ് വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് കാണാൻ വരാൻ കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഈ പ്ലേസ് എങ്ങനെയുണ്ട് നിനക്ക് ഇഷ്ടമായെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടമായെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിന് പുതിയൊരു ഓഫീസൊക്കെ റൺ ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ഹീറോണെങ്കിൽ അവളെ ഹെൽപ്പ് ചെയ്യേണ്ട. അപ്പോൾ ഈ സമയത്താണെങ്കിൽ അവൾക്ക് ഒരു പെൺകുട്ടി വന്നിട്ട് പറയുകയാണ് ലാർക്കിൻ്റെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ലാർക്ക് എന്ന് പറയുന്നത് ഒരു റിച്ചസ്റ്റ് മാനാണ്. അപ്പോൾ ആളായിട്ട് കൊളാബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ല അച്ചീവ്മെൻ്റ് ഒക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇൻവിറ്റേഷൻ കാർഡ് അവൾക്ക് കിട്ടുന്നുണ്ട്. പിന്നീട് അതിനുശേഷം ഫിയാൻസ് ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ പ്ലേസ് തേടി വന്നിട്ട് പറയാണ് നീ എന്താണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കേണ്ടി എനിക്ക് നിന്നെ എത്ര ഇഷ്ടമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളെടുത്ത് മോശമായിട്ട് ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോ വന്നു കഴിഞ്ഞിട്ട് പറയാണ് ഇതിപ്പോൾ എൻ്റെ പ്ലേസാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവളെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വിവരറിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ പറയേണ്ട ഒരു ബോഡി ഗാർഡായിട്ട് നിനക്ക് ഇത്രയ്ക്ക് ഇതൊന്നും ചോദിച്ചു കഴിഞ്ഞിട്ട് ഫിയാൻസ് ആണെങ്കിൽ ഇവനെ ചീത്ത പറഞ്ഞ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ നല്ല ബെഡ അവന് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹീറോയും പറയാണ് എനിക്ക് നിന്നെ വലിയ ഇഷ്ടമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞത് കേൾക്കണ സമയത്ത് ഇയാൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫിയാൻസിയുടെ അമ്മ അച്ഛനൊക്കെ പറയുകയാണ് ഇനി നീ വീണ്ടും പോയിട്ട് നാണം കണ്ടെന്ന് പറയണ്ട. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഫിയാൻസിക്ക് അവളോട് ഇഷ്ടമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവൻ പറയാണ് ഇല്ല അവൾ എൻ്റെ പെണ്ണാണ് എനിക്ക് തന്നെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഈ ഫിയാൻസിയും കുറച്ച് റൗഡീസിനൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഹീറോയിനിക്കിട്ട് അടിക്കാൻ നോക്കാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഹീറോ പറയേണ്ടത് നീ ഇവിടെ നിന്ന് പോകാൻ പറയുമ്പോൾ പറയേണ്ടത് ഇല്ല ഞാൻ പോകില്ല എത്ര വേഗം എനിക്ക് അവളെ തിരിച്ചറിയണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൾക്ക് വേണ്ടി എന്തൊരു കേക്ക് വാങ്ങി വരാണ്. പിന്നീട് അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ഫിയാൻസിയുടെ റൗഡികളുണ്ടല്ലോ ആ റൗഡികളിൽ നമ്മുടെ ഹീറോയും തമ്മിൽ ചെറിയൊരു ഫൈറ്റൊക്കെ നടക്കുന്നുണ്ട്. ആപ്റ്റങ്ങളൊക്കെ അടിച്ചിടുന്നുണ്ട്. എന്നിട്ട് ഫിയാൻസിയോട് പറയാണ് ഇനി മേലിൽ നീ അതായത് നമ്മുടെ ഹീറോയിൻ്റെ പരിസരത്ത് പോലും വരരുതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും നടക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇയാളാണെങ്കിൽ ഇവരെ കണ്ടു കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇത് നിൽക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ കേക്ക് അവൾക്ക് കൊടുക്കേണ്ട അവൾ കഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹീറോ ആണെങ്കിൽ പതുക്കെ പിൻവലിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അസിസ്റ്റൻറ്റിനാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹീറോൻ്റെ ഒരു ഫംഗ്ഷൻ പറഞ്ഞില്ല അതായത് ലാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹീറോ തന്നെയാണ് അവൻ്റെ ഒറിജിനൽ നെയിമാണ്.
ടൈമാണ് കേട്ടോ. അപ്പോൾ ആ ഫംഗ്ഷനിലേക്കാണ് കുറേ പേര് വരുന്നത്. ഈ സമയത്ത് നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റർ വരുന്നുണ്ട്. ഇവള് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോനെ മോശമായിട്ട് എന്തൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ തിരിച്ച് പറയുന്നത്, എനിക്ക് പറയുകയാണ് ഈ ബോഡി ഗാർഡായി നിന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ബോഡി ഗാർഡിനെ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് ഒരു ഗിഫ്റ്റ് നമ്മുടെ ഹീറോയിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഈ പെണ്ണ് പറയുകയാണ് ഇതൊക്കെ എവിടെന്നെങ്കിലും അടിച്ചു മാറ്റുന്നതായിരിക്കും പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഹീറോൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ, അവനാണെങ്കിൽ നല്ല ദേഷ്യം വരണ്ട, എന്നിട്ട് പറയണം മര്യാദക്ക് സംസാരിക്കണം പറയുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഹീറോ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അവനൊന്ന് സൈലൻ്റ് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ അങ്ങനെ നമ്മുടെ ഹീറോയിനും അതുപോലെ സ്റ്റെപ്പ് സിസ്റ്ററും തമ്മിൽ ചെറിയതായിട്ട് ക്ലാഷൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഈ പെണ്ണാണെങ്കിൽ അവിടെ നിന്ന് പോയിട്ട് പിന്നീട് ആ ഫംഗ്ഷൻ സ്റ്റാർട്ട് ആവാണ്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഇൻവിറ്റേഷൻ കാർഡുള്ളവർക്കാണ് ഇവിടേക്ക് എൻ്റർ ആവാൻ പറ്റുള്ളൂ. സ്റ്റെപ്പ് സിസ്റ്റർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് ഒരു ഏഞ്ചലിനെ പോലെ ഒരുങ്ങിയിട്ട് നമ്മുടെ ഹീറോ വരുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാരൊക്കെ പറയണം ഇവർ തമ്മിൽ പെർഫെക്റ്റ് മാച്ച് എന്ന് പറഞ്ഞത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഫിയാൻസിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിൽക്കണം നമ്മുടെ ഹീറോൻ്റെ ആൾക്കാണെങ്കിൽ നമ്മുടെ ഹീറോനെ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം അവനാണല്ലോ ഈ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത്. പക്ഷെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒന്നും പറയുന്നത് കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കും. പിന്നീട് വീണ്ടും നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്ററും ഹീറോയിനും തമ്മിൽ ചെറുതായിട്ട് വീണ്ടും ക്ലാഷൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരിക്കും. കാരണം ഓൾറെഡി ലാർക്കെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ ആണല്ലോ. അങ്ങനെ നമ്മുടെ ഹീറോൻ്റെ ആൾ വന്നിട്ട് സംസാരിക്കേണ്ട ഫംഗ്ഷൻ സ്റ്റാർട്ട് ആവാറെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയും ഓക്കെ എന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിൻ ഡിസൈൻ എന്താണ് അവർ നോക്കണത്. അപ്പോൾ ഇതിൽ ഡിസൈൻ ആരുടെയാണ് പെർഫെക്റ്റ് അവർക്കായിരിക്കും ഇത് കൊടുക്കുക. അതായത് ഈ കൊളാബിനുള്ള പെർമിഷൻ കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫിയാൻസിയുടെ ഫാദറൊക്കെ എന്തൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഫിയാൻസിൻ്റെ അടുത്ത് വേറൊന്നല്ല നമ്മുടെ ഹീറോയിൻ്റെ പറയിക്കൂടെ നടക്കേണ്ടതാണ്. പിന്നീട് അതിനുശേഷം നമ്മുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ആവാൻ പോകുന്നു പറഞ്ഞിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഈ സ്റ്റെപ്പ് സിസ്റ്റർ ഉണ്ടല്ലോ, ഇവളാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ സ്റ്റെപ്പ് മദറിൻ്റെ അടുത്ത് പറയുന്നത് നമുക്ക് തന്നെ ഇത് കിട്ടണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഹീറോയിൻ്റെ അടുത്ത് വീണ്ടും ഇവർ ക്ലാഷൊക്കെ വരുന്ന സമയത്ത് ഹീറോയിനാണെങ്കിൽ പിടിച്ചൊരു അടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ അവിടുത്തെ ആൾക്കാർ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ഫിയാൻസി ആണെങ്കിൽ അവിടേക്ക് പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫിയാൻസിയുടെ ഫാദർ പറയാണ് നീ അവിടേക്ക് പോകണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ പിടിച്ച് പുറത്താക്കാൻ പറയുന്നുണ്ട് കേട്ടോ സ്റ്റെപ്പ് സിസ്റ്റർ. അപ്പോൾ അവിടുത്തെ കുറച്ച് ബോഡി ഗാർഡ്സ് ഒക്കെ വരുന്നുണ്ട്. എന്നിട്ട് പറയാണ് നിനക്കിത് ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുള്ള യോഗ്യതയില്ല എന്നൊക്കെ പറയേണ്ട. ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ ആളുണ്ടല്ലോ, ഹീറോയിൻ്റെ ആൾ വന്നിട്ട് ഒരു അടി കൊടുത്തിട്ട് പറയാണ് ഇവിടുത്തെ VIP തന്നെ നമ്മുടെ ഈ മേഡാന്ന് പറയുന്നുണ്ട്. കാരണം ഇയാൾക്ക് ഓൾറെഡി അറിയാലോ നമ്മുടെ ഹീറോ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് ഹീറോയിൻ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ മുകളിൽ നിന്ന് ഇതെല്ലാം കാണണ്ട, അവനാണെങ്കിൽ മാസ്ക് വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് ഹീറോനെ മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഹീറോനെ മീറ്റ് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനും തമ്മിൽ സംസാരിക്കാണ്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോ സംസാരിക്കണ്ടല്ലോ. അപ്പോൾ ഇവൻ്റെ ഈ വോയിസ് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിന് എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ എല്ലാവർക്കും അതായത് നമ്മുടെ ഹീറോ എന്നൊക്കെയാണെന്ന് ഇവൾ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇവൾ നല്ല രീതിയിലൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് ഈ കൊളാബിനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നിങ്ങളുടെ ഡിസൈനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെന്ന് പറഞ്ഞ ലൂ ഗ്രൂപ്പിൻ്റെ എൽഡർ മോളെല്ലാം ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളുടെ ഫാദറൊക്കെ മരിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ സൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് സ്റ്റെപ്പ് സിസ്റ്റർ വരുന്നുണ്ട്. ഇവൾ വന്നു കഴിഞ്ഞിട്ട് ഇവൾ പറയാണ് ഇത് ഒരിക്കലും നടക്കില്ല, എൻ്റെ ഡിസൈനാണ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞ് സംസാരിക്കേണ്ടത്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്ററുടെ അടുത്ത് പറയും എന്തുകൊണ്ട് യോഗ്യത ഇവൾക്കാന്ന് പറയും, അതായത് നമ്മുടെ ഹീറോയിനാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കേണ്ടത്. ആ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ ഒന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോ അതുപോലെ എല്ലാവർക്കും ഒന്നാണെന്നാണ് അവൾ ചിന്തിക്കണത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് ഈ സ്റ്റെപ്പ് സിസ്റ്റർ ആണെങ്കിൽ ഉണ്ടല്ലോ വീണ്ടും നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ക്ലാഷ് ആവാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഇവൾ നല്ലത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഹീറോ അതുപോലെ ഹീറോയിൻ കേട്ടോ ഇവർ രണ്ടുപേരും സംസാരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഇവൾ ചോദിക്കുന്നുണ്ട് നീ എന്താ ലൈറ്റായും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവൻ പറയുന്നുണ്ട് സോറി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും പോകുന്നുണ്ട്. നെക്സ്റ്റ് ആണ് കാണിക്കുന്നത്. ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ഓഫീസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവളിങ്ങനെ റണ്ണാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി നമ്മുടെ ഹീറോയും അതുപോലെ അസിസ്റ്റൻ്റൊക്കെ ഓരോന്നും ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹീറോ അസിസ്റ്റൻ്റ് അടുത്ത് പറയുന്നുണ്ട് എല്ലാ രീതിയിലും ഇവിടെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നത്. എന്നിട്ട് ഹീറോ പറയാണ് ഞാൻ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ അടുത്ത് സംസാരിക്കണം കേട്ടോ. നമ്മുടെ ഹീറോ ആണെങ്കിൽ ആക്ച്വലി ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോകുമായിരിക്കും. കാരണം ഇവനെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ടോപ്പ് ആളാണല്ലോ. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഫിയാൻസി വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുകയാണ് എനിക്ക് ഇതിന് എന്തായാലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും ഇവളുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്യാൻ വരാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഹീറോയിനാണെങ്കിൽ പിടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഹീറോയ്ക്ക് എന്തോ പോലൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എന്തോ ഒരു അസ്വസ്ഥത വീഴാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഇവൻ നമ്മുടെ ഹീറോയിനെ കുറിച്ച് ആലോചിക്കണം അസിസ്റ്റൻ്റ് ഒന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹീറോ ആണെങ്കിൽ മീറ്റിംഗ് ഒന്നും നോക്കാണ്ട് അവിടെ നിന്ന് ഓടാണ് കേട്ടോ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക്. ഈ സമയത്ത് ഹീറോ വന്നു കഴിഞ്ഞിട്ട് ഈ ചെക്കനിട്ട് നല്ല പെട കൊടുക്കുന്നുണ്ട് കേട്ടോ. പെട കൊടുത്തിട്ട് പറയുകയാണ് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ നിൻ്റെ നിഴൽ പോലും ഇങ്ങനെ അവളെ മേലുണ്ടാവാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഇവളോട് ചോദിക്കുന്നത് നീ ഓക്കെ അല്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ പറയുന്നുണ്ട് നിനക്കുള്ളത് ഇതല്ല തരണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ അസിസ്റ്റൻസിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അസിസ്റ്റൻറ്റും ബോഡി ഗാർഡ്സൊക്കെ അവിടേക്ക് വരുന്നത് എന്നിട്ട് പറയാണ് ഇവനെ ജീവനോടെ വെച്ചേക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഈ ചെക്കനാണെങ്കിൽ പേടി
ആവേണ്ട. എന്നിട്ട് ഇവനാണെങ്കിൽ സോറിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഹീറോ ആണെങ്കിൽ മൈൻഡ് ചെയ്യണില്ല. കാരണം കുറേ ടൈമായി നമ്മുടെ ഹീറോയിന് ഇവനെ ഓരോന്നും ചെയ്യണത്. അങ്ങനെ അതിനെ പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് അതിന് ശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഹീറോ വന്നിട്ട് പറയാണ്, നീ ഒന്നും കൊണ്ട് പേടിക്കണേ, നിൻ്റെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടായിരിക്കുന്നു പറഞ്ഞിട്ട് നല്ല രീതിയിൽ കംഫർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അവളെ. പിന്നീട് കാണിക്കുന്നത് ആ ഫിയാൻസിനാണ് ഈ ചെക്കനാണെങ്കിൽ അടിച്ചിട്ട് ഒരു ഇഞ്ചം വരവാക്കിയിട്ടുണ്ട് കേട്ടോ. അതേ സമയത്ത് അച്ഛനും അമ്മേനും കൊണ്ടുവന്നിട്ടുണ്ട് അവൻ. എന്നിട്ട് അമ്മ പറയാണ്, നിന്നെ പോലെ ഒരു മോനെ പ്രസവിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നുണ്ട് കേട്ടോ. അച്ഛനും പറയാണ്, നിന്നോട് ഞാൻ പറഞ്ഞത് ആ പെണ്ണിൻ്റെ പറയേക്കോടെ പോകണമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. സമയത്ത് അസിസ്റ്റൻറ്റ് വന്നു കഴിഞ്ഞിട്ട് നല്ല വാണിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മുടെ ഹീറോയ്ക്ക് കാണിക്കുകയാണ്. ഹീറോ അത് കണ്ട് നല്ല രീതിയിൽ ഹാപ്പിക്ക് ആവുന്നുണ്ട് കേട്ടോ. പിന്നീട് വീണ്ടും നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്ററും അവളെ അമ്മയും കൂടിയിട്ട് നമ്മുടെ ഹീറോനെ കാണാൻ വന്നിരിക്കണം. അതായത് ലാർക്കിനെ കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അതായത് ഈ കോളാബിനേഷൻ ഉള്ളതുണ്ടല്ലോ, ആ പെർമിഷൻ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോനെ കുറച്ച് സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കേണ്ടി ഇവർ ഡ്രിങ്ക്സിൽ എന്തൊക്കെ കലക്കി കൊടുക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. നമ്മുടെ ഹീറോനെ ഇവളെ വശത്തേക്ക് എത്താൻ വേണ്ടി അമ്മയാണെങ്കിൽ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് ആ ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനായിരിക്കും അവിടെ ഉണ്ടാക്കാൻ. എന്നിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ അടുത്ത് വരേണ്ടി. ഈ സമയത്ത് ഇവനാണെങ്കിൽ പിടിച്ച് ഇവളെ കിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ പിടിച്ച് അവനെ മാറ്റുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് ഇഷ്ടം നമ്മുടെ ഹീറോ ആണല്ലോ. പിന്നീട് ഇവൾ തിരിച്ചു വരുന്ന സമയത്താണെങ്കിൽ ലിപ്സിൻ്റെ അവിടെയൊക്കെ എന്തോ പാടുണ്ട്. ഇത് കണ്ട് സ്റ്റെപ്പ് സിസ്റ്റർക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കാരണം ഇവളാണല്ലോ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. പിന്നീട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്തൊക്കെയോ ആലോചിക്കാൻ കേട്ടോ. അതായത് എന്താണ് അവൻ കിസ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ഫീൽ വന്നതെന്നൊക്കെയാണ് അവൾ ചിന്തിക്കുന്നത്. പിന്നീട് അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിങ്ങൾക്ക് വേണ്ടി കുക്കൊക്കെ ചെയ്യണ്ടാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്ന സമയത്ത് ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ തന്നെ നോക്കുന്നുണ്ട്. പിന്നീട് അതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ അവൻ്റെ ബോഡി ഗാർഡ്സും അസിസ്റ്റൻ്റൊക്കെ കൊണ്ട് കളയുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനെ പിറകെ കൂടെ വന്നിട്ട് ഇവളെ ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഇവളുടെ മൈൻഡിലൂടെ ഓടിപ്പോകുന്നത് വേറെ ഒന്നല്ല, ലാർക്കും നമ്മുടെ ഹീറോയും ഒരു പേഴ്സണാണെന്നാണ് ഇവൾ ചിന്തിക്കുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോനോടാണല്ലോ അവൾക്ക് ഫീലിങ്സ്. അപ്പോൾ നമ്മുടെ ഹീറോ കിസ് ചെയ്തപ്പോഴാണ് അവൾക്ക് ഒരു ഫീലിംഗ് വന്നത്. പിന്നീട് ഇവൾക്ക് ഓൾറെഡി ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവൾ തിങ്ക് ചെയ്യണത്. പിന്നീട് അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോൻ്റെ ഡിസൈനിങ് ആണെങ്കിൽ സ്റ്റെപ്പ് സിസ്റ്റർ വന്നിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവിടെ വീഡിയോ പ്ലേ ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഇവളോട് പറയുകയാണെങ്കിൽ നീ ഇത്ര മോശമായിട്ടുള്ള ഒരു പെണ്ണാണ് ഞാൻ ഇപ്പോഴാണ് പറയുന്നത് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ സ്റ്റെപ്പ് സിസ്റ്റർ നല്ല രീതിയിൽ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് ഇവളെ പിടിച്ച് പുറത്താക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഈ ഫീൽഡിൽ തന്നെ ഇങ്ങനത്തെ ഒരാൾ വേണ്ടാന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് സിസ്റ്റർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവണില്ല കേട്ടോ. കാരണം ഈ വീഡിയോ ആരെടുത്താണെന്ന്. ഇതൊക്കെ നമ്മുടെ ഹീറോൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ പണിയാണ് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഫിയാൻസിൻ്റെ ഫാദറൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാത്തിനും പിടിച്ച് പുറത്താക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ പോലീസ് വന്നിട്ട് ഈ പെണ്ണിനാണെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ആ ഡിസൈൻമേൽ ഇവളെന്തോ ചെയ്തിട്ടുണ്ട് കൃത്രിമം, അതിന് വേണ്ടിയിട്ടാണ്. ഇവളാണെങ്കിൽ സോറൊക്കെ പറയുന്നത് പക്ഷേ മൈൻഡ് ആവണില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, അതായത് ലാർക്ക് വരുന്നുണ്ട്. ആ ടൈമിൽ ഇവളാണെങ്കിൽ ഇവനെ പിടിച്ച് കിസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവൻ്റെ ആ മാസ്ക് ഉണ്ടല്ലോ അത് ഊരുന്നുണ്ട്. ഈ ടൈമിൽ നമ്മുടെ ഹീറോൻ്റെ ഫേസ് കാണാണ്. ഇവളാണെങ്കിൽ കണ്ട് വലിയ ഷോക്കൊന്നും ഇവൾക്ക് ആവണില്ല. അവൾ പറയാണ് അതിനോ എനിക്കറിയാമായിരുന്നു ഇത് നീയാണെന്ന് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഞാൻ നിന്നോട് പറയാൻ വരാമെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് എനിക്കൊന്നും കേൾക്കണമെന്ന് പറയണ്ട. അങ്ങനെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോയും വന്ന് കഴിഞ്ഞിട്ട് അവളെ ലഗേജൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ പോകാൻ നിൽക്കുകയാണ്. ഈ സമയത്ത് ഒരു സെക്കൻഡ് ഇവൾ നമ്മുടെ ഹീറോനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ ഇവളെ വീട്ടിലേക്ക് തിരിച്ചു വരേണ്ട. ഈ സമയത്ത് സ്റ്റെപ്പ് മദർ ഉണ്ടല്ലോ, സ്റ്റെപ്പ് മദർ ആണെങ്കിൽ പിടിച്ച് പുറത്താക്കണം. എന്നിട്ട് പറയണം മതി ഇവിടെ താമസിച്ചെന്ന് പറഞ്ഞിട്ട് ഇതെൻ്റെ വീടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിനാണെങ്കിൽ ചവിട്ടി പുറത്താക്കുന്നുണ്ട്. ഈ സമയത്ത് സ്റ്റെപ്പ് മദറിന് നല്ല ദേഷ്യം വരണ്ട് കേട്ടോ. അങ്ങനെ ഇവൾ ഇവിടെ ഇരുന്നിട്ട് കരയാണ്. ഈ ടൈമിൽ ഹീറോ വരുന്ന ടൈമിൽ നമ്മുടെ ഹീറോയിൻ്റെ ഡ്രസ്സൊന്നും കാണില്ല കേട്ടോ. അപ്പോൾ ഇവന് മനസ്സിലാവേണ്ടി ഇവളാണെങ്കിൽ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരിക്കുന്നത്. ഇവനും കുറച്ച് സാഡൊക്കെ ആവേണ്ടത്. എന്നിട്ട് ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവളെ ഓഫീസിലേക്ക് വരണ്ട്. ഈ സമയത്ത് ഇവൻ പുറത്ത് നിൽക്കേണ്ടി ഇവൻ വന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത്. ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് നീ ഇങ്ങനെ കണ്ടുപോയിരുന്നു പറയുന്നുണ്ട്, നീ എന്നെ ചീറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇവൾ സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൾക്ക് എന്തോ ഒരു കവർ കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഇവൾ മൈൻഡ് ചെയ്യാണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവനാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് സ്നോക്ക് പെയ്യാണ്. നമ്മുടെ ഹീറോയിനോട് പറയാണ് പുറത്ത് നല്ല മഞ്ഞുണ്ടെന്ന് പറയുന്നുണ്ട്. ഹീറോയിന് അപ്പോൾ എന്തോ അവനെ കാണണം തോന്നി ഇവളാണെങ്കിൽ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ആക്ച്വലി നിന്നെ ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ട് നിനക്ക് എന്നെ ഓർമ്മ ഉണ്ടോ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് നീ അന്ന് എൻ്റെ ലൈഫ് സേവ് ചെയ്യുന്നു പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അതായത് ആ ഫ്ലാഷ് ബാക്ക് ഉണ്ടല്ലോ, അതായത് ഇവൻ റൗഡീസായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഹീറോയിൻ വന്ന് കഴിഞ്ഞിട്ട് ഇവനെ പ്രൊട്ടക്ട് ചെയ്തതും ഇഞ്ചുറിയിൽ ആ റിബൺ കെട്ടി കൊടുത്തൊക്കെ എന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാൽ നീ എന്നെ ചീറ്റ് ചെയ്യുന്നു പറഞ്ഞെങ്കിൽ എനിക്ക് നിന്നെ കാണാന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് അതിന് ശേഷം കളിക്കുന്നത് ഈ സ്റ്റെപ്പ് മദറാണ്. ഈ സ്റ്റെപ്പ് മദറും അതുപോലെ തന്നെ നമ്മുടെ ഹീറോൻ്റെ ഒരു എനിമി ഉണ്ട്, ആളും കൂടി തമ്മിൽ ഒരു മീറ്റിംഗ് നടക്കാൻ കേട്ടോ. അതായത് ഇവരെ രണ്ടുപേരും എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട്
നമ്മുടെ ഹീറോയിൻ ഇരിക്കുന്ന ടൈമിൽ ഹീറോയിനാണെങ്കിൽ ആരോ അറ്റാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഹീറോ അറിയേണ്ടത് കേട്ടോ. അത് വേറെ ആരെല്ലാം നമ്മുടെ ഹീറോൻ്റെ ശത്രുവാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ സ്റ്റെപ്പ് മദർ വന്നിട്ട് പറയുകയാണെങ്കിൽ ഇവൾക്ക് ഇങ്ങനെ തന്നെ വേണമെന്ന് പറയേണ്ടി, ഇവളെ കൊല്ലണമെന്ന് പറയേണ്ടി. അപ്പോൾ ഈ സമയത്ത് ഇയാൾ വന്നിട്ട് പറയുകയാണ് നീ ശരിക്കും നല്ല ബ്യൂട്ടി ആളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കുറച്ച് ക്ലോസ് ആയിട്ട് മിസ്ബിഹേവ് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു ചവിട്ട് കൊടുക്കേണ്ട ഇയാൾക്ക് ദേഷ്യം വന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ പിടിച്ചടിക്കാൻ നോക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കുറിച്ചിട്ടാണ് ആലോചിക്കുന്നത് കേട്ടോ. ഈ സമയത്ത് സ്റ്റെപ്പ് മദർ പറയാണ് നിൻ്റെ ഇതോടുകൂടി കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്, നീ മരിക്കാൻ പോകുമെന്ന് പറയുമ്പോൾ ഇയാൾ പറയാണ് അങ്ങനെ അവളെ കൊല്ലാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോ വരുന്നുണ്ട്, ഇയാൾക്കിട്ട് ഒരു അടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോ വന്നിട്ട് പറയാണ് സോറി എന്ന് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ കുറച്ച് ലൈറ്റായി എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇയാൾക്കിട്ട് നല്ല പിണിയും കൊടുക്കുന്നുണ്ട്, അതുപോലെ സ്റ്റെപ്പ് മദർക്കിട്ട് നല്ല അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അതിന് ശേഷം ഒരു ഫൈറ്റ് കഴിയുന്നുണ്ട്. ആ സീൻ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. ഈ ടൈമിൽ നമ്മുടെ ഹീറോയിനെ എണീക്കുന്ന ടൈമിൽ ഹീറോയുടെയും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ചെറുതായിട്ട് ഒരു കുത്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കണ്ണ് തുറന്നിട്ടുണ്ടായിരിക്കില്ല. ഹീറോയിൻ വന്നു കഴിഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് സോറി ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് മോശമായിട്ട് ബിഹേവ് ചെയ്യില്ല, അതിന് വേണ്ടിയിട്ട്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് സാറിന് മാഡത്തെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ബോഡി ഗാർഡായിട്ട് വന്നതെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയെങ്കിലും സാറിന് സ്നേഹം മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് ഇവളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ആവശ്യമൊന്നും സാറിനില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പറയുന്നുണ്ട്. അപ്പോൾ ഇവൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് കരച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇവൾ അവിടെ നിന്നിട്ട് സോറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കണ്ണൂർക്കെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ റിബൺ ഉണ്ടല്ലോ, ആ റിബൺ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചേക്കായിരിക്കും. കാരണം അന്ന് അവൾ ഇഞ്ചുറിയിൽ കെട്ടി കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. എന്നിട്ട് ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്ന സമയത്ത് ഇവൾക്ക് ഒന്നും കൂടി ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. ഇവൾ ആ സീന ആലോചിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയ്ക്ക് കെട്ടി കൊടുക്കണതൊക്കെ. എന്നിട്ട് ഇവൾ പറയാണ് നീ ഇത്ര അധികം സ്നേഹിച്ചിരുന്നു എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നീ ബോഡി ഗാർഡായിട്ട് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സോറി എന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ കണ്ണ് തുറക്കുന്നുണ്ട്. എന്നിട്ട് ഇവളാണെങ്കിൽ കാൻറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൾ സോറി പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു പ്രസ് കോൺഫറൻസ് ആണ് കാണിക്കുന്നത്. ഈ സമയത്താണെങ്കിൽ അവൾ നമ്മുടെ ഹീറോയിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഈ ടൈമിലാണെങ്കിൽ സ്റ്റെപ്പ് സിസ്റ്റർ കാണിക്കേണ്ടത്. ഇവൾക്കാണെങ്കിൽ മെൻ്റൽ ആവണം, ഇവളാണെങ്കിൽ ജയിലാണല്ലോ. ഇവൾ പറയുന്നത് ഒരിക്കലും നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ്റെ മാരേജ് ആണ് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് എൻ്റെ ലൈഫിൽ ഏറ്റവും കിട്ടിയ ഗിഫ്റ്റാണ് നീ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് എൻ്റെ ലൈഫിൽ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുന്നിടത്താണ് നമ്മുടെ ഈ ഡ്രാമ എൻഡ് ആവണത് കേട്ടോ.